ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 542ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള കഞ്ഞിക്കുഴിക്കടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഞെക്കുക. നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഹോം ലോണൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഹോം ലോൺ ഫെസിലിറ്റീസൊക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് നീങ്ങാം. വളരെ മനോഹരമായ ഒരു പ്രകൃതിയോട് ഒത്തു കിടക്കുന്ന ഒരു ഭൂമിയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. നമ്മൾ ആ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. ഒരു അടിപൊളി വീടാണ്. 4 ബെഡ്റൂമൊക്കെയുള്ള ഒരു കിടിലൻ വീട്. 6.5 സെൻറ്റിലാണ് ഈ വീട് നിലകൊള്ളുന്നത്. 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണ്. ചുറ്റുമതിലൊക്കെ കെട്ടി നല്ലൊരു ബലവത്തായ ഒരു ഗേറ്റൊക്കെ കൊടുത്ത് ഒരു സൈഡ് തുറക്കാവുന്നതും മറ്റേ സൈഡ് സ്ലൈഡിംഗ് ആയിട്ടുള്ള ഒരു ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുറ്റത്ത് ധാരാളം വണ്ടി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്ഥലം ഉണ്ട്. കയറി വരുമ്പം ഇടതുവശത്തായിട്ട് മനോഹരമായ ഒരു കിണറുണ്ട്. ധാരാളം വെള്ളം ലഭിക്കുന്ന കിണർ. അതിന് ഗ്രില്ലൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ട് നല്ല വെട്ടി നല്ല ഇറങ്ങിയിരിക്കുന്ന കിണറാണ്. വെള്ളം ധാരാളമുണ്ട്. സ്റ്റോണൊക്കെ വിരിച്ച് അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഗ്രാസും ഒക്കെ കൊടുത്ത് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് നടന്ന് കാണാം. നമുക്ക് ആദ്യം വീടിൻ്റെ പുറമെയൊക്കെ ഒന്ന് കണ്ടിട്ട് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഇവിടെ ഒരു പാസേജ് പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു മുകളിലൊരു വെള്ളമൊന്നും വീഴാത്ത രീതിയിൽ തന്നെ അവിടെ നല്ല രീതിയിൽ തന്നെ അവിടെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം നല്ല രീതിയിൽ ബ്രിക്സൊക്കെ വിരിച്ച് നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് വെറും 100 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. കഞ്ഞിക്കുഴി പുതുപ്പള്ളി റോഡിലാണ് ഈ പ്രോപ്പർട്ടി നിലകൊള്ളുന്നത്. 3.9 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കഞ്ഞിക്കുഴി ടൗണിലോട്ടുള്ള ദൂരവും. നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡ് വഴി അത്യാവശ്യം 2 പേർക്ക് നടന്നു പോകാവുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ 3 പേർക്ക് സുഖമായിട്ട് ബാക്ക് സൈഡിൽ കൂടെ നടന്നു പോകാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ വന്നിരിക്കുകയാണ്. ബാക്ക് സൈഡിലെ ഒരു കോർണറിൽ അങ്ങേറ്റത്ത് നമ്മൾ കാണുകയാണ്. ബാക്ക് സൈഡെല്ലാം നന്നായി തന്നെ റൂഫൊക്കെ ചെയ്ത് അവിടെ വെള്ളമൊന്നും വീഴാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും കോട്ടയം ടൗണിലേക്ക് 5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. കോട്ടയം ടൗണുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ജോലിക്കാർക്കൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ KSRTC സ്റ്റാൻഡിലേക്കും ഒക്കെ പെട്ടെന്ന് തന്നെ ഒരു സ്കൂട്ടറിൽ ഒരു 10-15 മിനിറ്റും കൊണ്ട് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. കോട്ടയം ടൗണിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപകാരമാണ് ഈ ഒരു പ്രോപ്പർട്ടി. കണ്ട് നമ്മൾ വീടിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നിൽക്കുകയാണ്. 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പുതുപ്പള്ളി ജംഗ്ഷനിലോട്ടുള്ള ദൂരം. നിങ്ങൾക്കറിയാം, പ്രസിദ്ധമായ പുതുപ്പള്ളി പള്ളിയൊക്കെ വളരെ അടുത്താണ്. നമുക്ക് മെയിൻ ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാം. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മനോഹരമായ ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നല്ല മനോഹരമായ രീതിയിലുള്ള നല്ല 2x4, എനിക്കൊന്ന് അതിൽ കൂടുതലാണെന്ന് തോന്നുന്നു, ടൈലൊക്കെ വിരിച്ച് നല്ല മനോഹരമാക്കിയ ഒരു ലിവിങ് ഏരിയയാണ്. ഇരുവശത്തായിട്ടും നമുക്ക് 3 പാളികളുടെ ജനാലകൾ ഉള്ളതുകൊണ്ടും മെയിൻ ഡോർ ഉള്ളതുകൊണ്ടും ധാരാളം വെളിച്ചം നമുക്ക് ലൈറ്റൊന്നും ഇടാതെ തന്നെ നമുക്ക് ലിവിങ് ഏരിയ ലഭിക്കുന്നുണ്ട്. അവിടുത്തെ പാർട്ടീഷൻ കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് TV യൂണിറ്റ് വെക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം. അതുപോലെ 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മണർകാട് ജംഗ്ഷനിലോട്ടുള്ള ദൂരം. മെയിനായിട്ടുള്ള മണർകാട്, കഞ്ഞിക്കുഴി, പുതുപ്പള്ളി എന്നീ മെയിൻ ടൗണുകളുടെയൊക്കെ ഇടയ്ക്കായിട്ട് വരും ഈ പ്രോപ്പർട്ടി. അതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് വലിയ ദൂരമൊന്നും വരുന്നില്ല. കിച്ചൺ കണ്ടല്ലോ, എല്ലാ സ്പേസും കൊടുത്തുകൊണ്ട് അത്യാവശ്യം കബോർഡും കാര്യങ്ങളും എല്ലാം നൽകിക്കൊണ്ട് വളരെ മനോഹരമായി തന്നെ ജനാലകളും വെളിച്ചമൊക്കെ കയറാവുന്ന രീതിയിൽ ധാരാളം ജനലുകളൊക്കെ കൊടുത്ത് അത്യാവശ്യം സ്റ്റോറേജും ഒക്കെ കൊടുത്ത് കബോർഡ് വർക്കുകളെല്ലാം വളരെ മനോഹരമായി തന്നെ ചെയ്ത് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസും അതുപോലെ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസും ഒക്കെ അതിന് വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ സെക്കൻഡ് അടുക്കള. ഇതാണ് നമ്മുടെ ഇവിടെ കുക്കിംഗ് ഇത് എല്ലാവിധ സ്റ്റൗവും നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ബാത്റൂം
കിച്ചണും എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ കണ്ടല്ലോ നല്ല കമ്പനിയുടെ ഒത്തായ ഒരു യൂണിറ്റ് അവിടെ കിച്ചൻ്റെ സ്റ്റൗ യൂണിറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. 3 ബർണറിൻ്റെ സ്റ്റൗവാണ് നൽകിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. ഇത് വാഷ് ബേസിനൊക്കെ നല്ല മോഡേൺ രീതിയിലുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിച്ചൻ്റെ ആ ഏരിയ കഴിഞ്ഞ് നമുക്ക് വീണ്ടും നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. സ്റ്റെയറിനോട് ചേർന്ന് തന്നെ വളരെ മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയറിൽ വളരെ നല്ലൊരു വ്യൂവിലാണ് നമ്മുടെ ഡൈനിങ് ഏരിയ നിലകൊള്ളുന്നത്. അവിടെയും ധാരാളം വെളിച്ചം കടന്നു വരുന്ന രീതിയിലാണ് നമുക്ക് അവിടുത്തെ ഒരു ഏരിയ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ലൈറ്റൊന്നും ഇടാതെ തന്നെ ധാരാളം വെളിച്ചം നമ്മുടെ ആ ഒരു സ്പേസിലേക്ക് വരുന്നുണ്ട്. ഇത് വാഷ് ബേസിനൊക്കെ കൂടെ നൽകി നല്ല പാനലുകളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ലൊരു വട്ടത്തിലുള്ള നല്ലൊരു മിററും അവിടെ നൽകിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് താഴത്തെ 2 ബെഡ്റൂമും വരുന്നത്. നമുക്കൊന്നും കൂടെ ഡൈനിങ് ഏരിയ കാണാം. ഇത് കിച്ചണിൽ നിന്ന് നേരെ വരുന്നത് ആ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ്ങിൽ നിന്നാണ് നമുക്ക് നേരെ മുകളിലേക്ക് കയറി പോകാനുള്ള സ്റ്റെയർ കേസും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം. നല്ല അത്യാവശ്യം പെയിൻറ്റ് വർക്കുകളൊക്കെ ഫിനിഷായെങ്കിലും കുറച്ച് സാധനങ്ങൾക്കും കൂടെ മാറ്റാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റൂമിൻ്റെ ഒരു മെറ്റീരിയലൊക്കെ അവിടെ കിടക്കുന്നത്. എന്നാലും അതൊക്കെ അവിടെ നിന്ന് മാറ്റി നന്നായി തന്നെ റൂമുകളെല്ലാം തന്നെ കണ്ടീഷനാക്കിയിട്ടുണ്ട്. നിലവിൽ ഒരു വശത്തായിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളറൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ബാത്റൂമൊക്കെ ആണെങ്കിൽ നല്ല സ്പേസ് കൊടുത്ത് ഗ്ലാസ് പാനലുകൾ കൊടുക്കാവുന്ന രീതിയിൽ ക്ലോസറ്റ് ആദ്യം പിന്നെ രണ്ടാമത് കുളിക്കുവാനുള്ള സൗകര്യമുള്ള ആ ഗ്ലാസ് പാനൽ വെക്കാനുള്ള പാർട്ടീഷൻ ചെയ്ത് വെക്കാനുള്ള സ്പേസൊക്കെ അവിടെ ഉണ്ട് ധാരാളമായിട്ട്. ഈ ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം വെളിച്ചവും വെട്ടവും എല്ലാം കടന്നു വരുന്ന രീതിയിലാണ് സ്പേസ് നൽകിയിരിക്കുന്നത്. വിൻഡോസും എല്ലാം തന്നെ ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ ഒക്കെ ഈ ഒരു ബാത്റൂമും അതിനോട് തന്നെ ബെഡ്റൂമിനോട് ചേർന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ബാത്റൂം നല്ല മനോഹരമായ ടൈലുകളൊക്കെ ഉപയോഗിച്ച് നല്ല സെപ്പറേറ്റ് ആയിട്ട് ബാത്റൂമും അല്ലെങ്കിൽ ക്ലോസറ്റും നമുക്ക് കുളിക്കുവാനുള്ള ആ ഒരു ഏരിയയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല സ്റ്റോറേജ് പ്ലേസൊക്കെ മുകളിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റൂമിൻ്റെയും കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു ഗ്രീൻ കളർ ഒരു പാറ്റേൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ 2 റൂമും ഓപ്പോസിറ്റായിട്ട് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഡൈനിങ്ങോട് ചേർന്ന് തന്നെ നമുക്കിനി സ്റ്റെയർ കേസ് കിടന്ന് മുകളിലേക്ക് പോകാം. ഇതാണ് ലിവിങ് ഏരിയ, കിച്ചൺ, സ്റ്റെയർ കേസിനോട് ചേർന്ന് 2 ബെഡ്റൂമുകൾ. ഡൈനിങ് കഴിഞ്ഞിട്ട് ബെഡ്റൂമുകൾ. നല്ല വുഡൻ ഫിനിഷോട് കൂടിയ ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. നല്ല ഇവിടെ മനോഹരമായ ഓടുകളൊക്കെ നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകുന്ന ആ ഒരു വഴിക്ക് തന്നെ നേരിട്ട് കയറി ചെന്നപ്പം നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയ നമുക്ക് മുകളിലും കാണുവാൻ കഴിയും. ഇവിടെ അത്യാവശ്യം നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ആ ഒരു ഓപ്പൺ ടെറസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്നായി തന്നെ ഗ്രില്ലെല്ലായിട്ട് കാക്കയോ മറ്റ് പ്രാവുകളോ ഒന്നും കയറാത്ത രീതിയിൽ തന്നെ എല്ലാം നല്ല ക്ലോസ്ഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ദൂരത്തായിട്ട് നമുക്കൊരു പാടം കാണുവാൻ കഴിയും. നല്ല ഞാൻ പറഞ്ഞല്ലോ പ്രകൃതിയോട് വളരെ കിടക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. നമുക്ക് ഈ ടെറസിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. സ്റ്റെയർ വെച്ച് കയറിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓപ്പൺ സ്പേസിൽ നിന്ന് നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് കിടക്കാം. 2 ബെഡ്റൂം ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഇവിടെ നമുക്ക് താഴത്തെ നിലയിലെ പോലെ തന്നെ വലിപ്പമുള്ള ബെഡ്റൂം, അതോടൊപ്പം തന്നെ ഒരു കബോർഡും കാര്യങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് ഡ്രസ്സിങ് ഏരിയ എല്ലാം കൊടുത്തുകൊണ്ട് ഒരു ഏരിയയും, അതോടൊപ്പം തന്നെ നല്ല അടിപൊളി ഒരു ബാത്റൂമും നല്ല ആ ഒരു റൂമിനോട് ഒത്തിണങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഇവിടെ വ്യത്യസ്തമായ ഒരു കളർ ഭിത്തിക്ക് കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഫ്ലോറിംഗ് ടൈലുകളൊക്കെ ആണെങ്കിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഫ്ലോർ ടൈലുകളും അതുപോലെ വാൾ ടൈലുകളും എല്ലാം തന്നെ ഇവിടെ കാണുവാൻ കഴിയും. ക്ലോസറ്റും അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സും എല്ലാം ഗുണനിലവാരമുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം, മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം ആ സ്റ്റെയർ കേസിനോട് ചേർന്ന് തന്നെ നിലകൊള്ളുന്നു. അതിൻ്റെ ഡോറും നമുക്ക് തുറന്ന് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. കയറുന്ന തന്നെ വലതുവശത്താണ് ബാത്റൂം, പിന്നെയാണ് നമ്മുടെ റൂം വരുന്നത്. താഴത്തുനിന്നിടെ അതേ പാറ്റേണാണ് നൽകിയിരിക്കുന്നത്.
ബാത്റൂമിൻ്റെ ഡോറും കാര്യങ്ങളും എല്ലാം നല്ല ഗുണനിലവാരമുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ടൈലുകളും പ്ലംബിങ്ങും വർക്കുകളും എല്ലാം തന്നെ. അപ്പോൾ നമുക്ക് ആ ഒരു റൂമിൻ്റെയും ഏകദേശം നിങ്ങൾക്ക് ഐഡിയ ലഭിച്ചു കാണുമെന്ന് കരുതുന്നു. ആ റൂമും അതിനകത്തും കബോർഡ്, ഡ്രസ്സിങ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ബാൽക്കണിയിൽ ഒന്ന് കാണാം. അതിന് മുമ്പായിട്ട് നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് സ്റ്റെയർ കേസിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ആ വോളെ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റെയർ കേസിൻ്റെ അവിടെ വോളെ കൊടുത്തിരിക്കുന്ന ആ ഡിസൈനൊക്കെ വളരെ രസമുണ്ട്. ആ വീടുമായിട്ട് വളരെ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നു. നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്ക് നമുക്കൊന്ന് പോകാം. ഫ്രണ്ട് ബാൽക്കണിയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ആ ഒരു മുറ്റവും അതുപോലെ തന്നെ ആ ഏരിയയും വണ്ടി പോകുന്നതും ഒക്കെ നമുക്കിവിടെ ഒന്ന് കാണാൻ കഴിയും. ധാരാളം മുറ്റമാണ് ഇതിൻ്റെ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ബാൽക്കണി നല്ല നീളത്തിൽ ബാൽക്കണിയും ചെയ്തിട്ടുണ്ട്. ഒരു വീടിൻ്റെ പ്രധാന ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ മുറ്റവും പരിസരങ്ങളും ഒക്കെ നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഒരു ഏകദേശം ഐഡിയ ലഭിച്ചു കാണും. നമുക്കിനി സ്റ്റെയർ കേസൊക്കെ ഇറങ്ങി താഴേക്ക് പോകാം. ഈ വീട് മുകളിലായിട്ട് നല്ല ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എത്രയും വേഗം ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. വിലയും വിവരങ്ങളും മറ്റു വിവരങ്ങളും എല്ലാം ഞാൻ ഇതിൻ്റെ തമ്പനയിലും അതുപോലെ തന്നെ ക്യാപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഫോണിൽ നമ്മളോട് ചോദിക്കാം. പിന്നെ ഈ വീടിൻ്റെ നിങ്ങൾക്ക് കാണുവാനായിട്ടൊരു അവസരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്ന നമ്പറാണ് ഞാൻ ഇത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്യാപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ടാവും. പിന്നെ ഈ ഏരിയയെ പറ്റി പറയുകയാണെങ്കിൽ മന്ദിരം ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ഒട്ടനവധി സ്ഥാപനങ്ങളും മറ്റുമൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്തുണ്ട്. ഞാൻ പറഞ്ഞാൽ പുതുപ്പള്ളി, മണർകാട്, കഞ്ഞിക്കുഴിയെല്ലാം നമ്മുടെ അടുത്തുണ്ട്. ബാങ്കുകൾ, അങ്ങനെ ഒട്ടനവധി സ്ഥാപനങ്ങൾ, HDFC ബാങ്ക്, അതുപോലെ ആരാധനാലയങ്ങൾ, മർത്തോമ ചർച്ച്, യാക്കോബ ചർച്ച്, കാത്തലിക്സിൻ്റെ ചർച്ച് എന്ന് വേണ്ട എല്ലാ വിഭാഗങ്ങളുടെയും ചർച്ചുകളും അമ്പലങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഒട്ടനവധി ആൾക്കാർ ജോലിക്കായിട്ടൊക്കെ കടന്നു പോകുന്നവരൊക്കെ ഈ ഒരു ഏരിയയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു. കൂടാതെ റബ്ബർ ബോർഡ് മെയിനായിട്ടുണ്ട്. നവോദയ, കേന്ദ്ര വിദ്യാലയം തുടങ്ങിയവയൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയാണ് അടുത്താണ് നിൽക്കുന്നത്. അതുപോലെ ഗിരിദീപം സ്കൂള്, പള്ളിക്കുളം സ്കൂള്, ഇവിടെയൊക്കെ പഠിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ പ്രോപ്പർട്ടി വളരെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ടൗണുമായിട്ട് വിട്ടു നിൽക്കുന്നെങ്കിലും ടൗണുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അതുപോലെ വീടുകൾ വിൽക്കാനോ വാങ്ങുവാനുള്ളവർ നമ്മളെ സമീപിക്കാം. പിന്നെ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണും വരെയും എല്ലാവരെയും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.